ചാച്ചാ എന്നാടെ കിടന്ന് തൊള്ള തുറക്കണേ? എന്നാ ചെയ്ത് ഞാൻ എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുക. അമ്മച്ചിടത്തൊക്കെ ചോദിച്ചു ചാച്ചന് ഇത് എവിടെ പോയി. നിനക്ക് എന്നാടാ കണ്ണ് കാണാമേലേ? പണിയെടുക്കണ കണ്ടില്ലേ? ചാച്ച പണി എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ ചാച്ചന്. നിനക്ക് ഫീസ് കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. പിന്നെ ആരാ ഈ പണിയെടുത്തിട്ട് വേണ്ടേ? പൊന്നു ചാച്ച 2 ദിവസത്തേക്ക് ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ചാച്ചന് ഈ പരിപാടി കാണിക്കാൻ നിൽക്കല്ലേ, നിർത്തിയിട്ട് വന്നേ. ഇന്ന് അടക്കാൻ പോകുന്ന, ഇവിടെ സംസ്കരിക്കാൻ പോകുന്ന ആളുകൾ ആരാണ് എന്താ വയനാട് മരണം 335 മരണം. ഒരുപാട് പേർ നമ്മളിപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ പലരും പറയുന്നത് എന്താല്ലേ, ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നമ്മുടെ വീടും നമ്മുടെ കൂടപ്പിറപ്പുകളും നഷ്ടപ്പെടുമ്പോഴൊരു വേദന ഉണ്ടല്ലോ. ചേച്ചാ നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുത്താലോ, പൈസയോ അങ്ങനെ എന്തെങ്കിലും? കഴിഞ്ഞ മാസത്തെ നാളികേരം പറക്കിയിട്ട പൈസ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട് കഴിഞ്ഞ മഴയത്ത് മുഴുവൻ ചോർന്നൊലിക്കുമായിരുന്നു. അത് റെഡിയാക്കാമെന്ന് വിചാരിച്ച പൈസയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പൈസ എടുത്തിട്ട് അവർക്ക് കൊടുത്തോ. എൻ്റെ കയ്യിൽ ഇപ്പം അതുള്ളൂ. അങ്ങനെയെങ്കിലും അവർക്ക് ചെറിയൊരു ഉപകാരമാവട്ടെ. ചാച്ചോ ഞാൻ പോവാട്ടോ, അടുത്ത വരവിന് കാണാം. എത്തേണ്ടവരടുത്ത് തന്നെ എത്തും, പക്ഷെ വയനാട് എത്തില്ല, ബാംഗ്ലൂർ എത്തും. ചാച്ച ഒന്ന് ക്ഷമിച്ചേ കേട്ടാ.